ഹലോ മച്ചാമാരെ, വളരെ വിഷമത്തോടെയും സങ്കടത്തോടെയുമാണ് മച്ചാമാരെ ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് മുന്നേ പോസ്റ്റ് ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം റബ്ബർ തൈകൾ നടുന്ന ഒരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിരുന്നു. പക്ഷേ ഈ വീഡിയോയ്ക്ക് 56K വ്യൂസും പിന്നെ ലൈക്കും കമന്റും ഷെയറും എല്ലാം കിട്ടിയിരുന്നു മച്ചാമാരെ. പക്ഷേ എന്ത് പറയാൻ മച്ചാമാരെ, ആ വീഡിയോയ്ക്കെതിരെ ഒരുപാട് ട്രോളുകളും പരാതികളും നെഗറ്റീവ് കമന്റ്സും തെറികളും എല്ലാം ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് മച്ചാമാരെ. അയിലറയിലും വിളക്കുപാറയിലുമുള്ള ഒരുപാട് പേരും പരാതികളുമായിട്ടാണ് എന്നോട് മുന്നോട്ട് വന്നിരിക്കുന്നത്. എനിക്ക് ഇരിക്കപ്പോഴത്തെയും കിടക്കപ്പോഴത്തെയും ഇല്ലാതായി മച്ചാവാരെ. എന്നെ വീട്ടിൽ നിന്ന് വരെ ഇറക്കി വിട്ടിരിക്കുകയാണ് മച്ചാവാരെ. കാരണം എന്തെന്നാൽ ആ വീഡിയോയ്ക്ക് കുറച്ച് സ്പീഡ് കൂടിപ്പോയി. ഓവർ സ്പീഡിൽ നീ എങ്ങോട്ടാടാ, ലൈക്ക് ഞാൻ തരില്ല, ഫോർവേഡ് സ്പീഡ് കൂട്ടി, അതുകൊണ്ട് എൻ്റെ നല്ലവരായ നാട്ടുകാരെ കാണാൻ കഴിഞ്ഞില്ല എന്നൊക്കെയാണ് നമ്മൾ തോമസ് മാമച്ച എന്ന മാമൻ കമന്റ് ബോക്സിൽ വന്ന് വരെ പരാതി പറഞ്ഞിരിക്കുകയാണ് മച്ചാ. പിന്നെ വേറൊരാൾ നീ വാരം വിട്ട കണക്ക് എങ്ങോട്ടാണ് നിന്റെ പോക്ക് എന്ന് വരെ ചോദിച്ചു മച്ചാവാരെ. എന്തൊക്കെയായാലും വളരെ വിഷമവും സങ്കടവും ഉണ്ട് മച്ചാമാരെ. ഈ പണിയെടുക്കുന്നവർ ഈ വീഡിയോയ്ക്ക് വേണ്ടി അഭിനയിച്ചവരല്ല മച്ചാമാരെ. ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി ജീവിക്കാൻ തുനിഞ്ഞിറങ്ങിയവരാണ് ഈ അയിലറയിലെ ഈ ചെറുപ്പക്കാർ. ഈ പരാതി പറഞ്ഞവർക്കെല്ലാമായി ഞാൻ ആ വീഡിയോസ് നിങ്ങൾക്കായി നോർമലി പ്ലേ ചെയ്യുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ട് ഇനിയും ഉണ്ടാകണം. താങ്ക് യു സോ മച്ച് മച്ചാമാരെ, താങ്ക് യു സോ മച്ച്. പരിപാടി പിടിച്ചു കൊടുക്കും. ഒരു നൂല് കെട്ടിയിടണം. ഉണ്ടോ? ബ്ലേഡ് ഉണ്ടോ? സഞ്ചിക്കകത്ത് കിടപ്പുണ്ട് നൂലില്ലെങ്കിൽ. മൊത്തം കയറുന്നുണ്ട് സൈഡ്. ആ ബട്ടൺസിലോട്ട് കെട്ടിയും കിട്ടാൽ മതി. അവിടെ വരെ കിടത്തണം. നടന്നേ ഒരു പോന്തൂടെ പോന്താ കൈ നടുന്ന ആളാ ഉണ്ടാ ഇരിക്കുന്നേ. ബ്ലേഡ് കിട്ടിയാൽ കിട്ടാൽ മതി. തയ്യ സജിയ നാട്ടിൽ സജി ബ്ലേഡ് ഇതിനകത്തോട്ട് കെട്ടി ആ പട്ടൻസ് കെട്ടി തൂക്കിയോ? കിടക്കുന്നത് ആ കനവില്ലാത്തോണ്ട് പൊട്ടും കേട്ടോ. അടി ചെന്നിട്ടില്ല. ഇനി താഴോട്ട് പോട്ടെ, നോക്കി വെച്ചോണ്ട്. പിന്നെ സജി യൂണിറ്റ് ബാക്കിലാക്കിയാലോ നമുക്ക്? യൂണിറ്റ് ഈ കണക്കണ്ട. ചുമ്മാ നിന്ന് ഈ കണക്കാ കാറ്റ് അടിക്കുമ്പോ അങ്ങോട്ട് ഓടിയത്തില്ല. ഞാൻ യൂണിറ്റ് ഫ്രണ്ടിലാ ബാക്കിലാക്കി എന്താന്ന് ഞാൻ വെച്ചുള്ള കുഴപ്പം എന്താ പറയാ, കാറ്റ് മേലെ കാറ്റിന്റെ മാത്രമല്ല ചരിവ് അങ്ങോട്ടല്ലേ. തൈ എപ്പോഴും ഇങ്ങോട്ട് പിടിച്ചു ആവശ്യമില്ലാത്ത ഇടകണക്കല്ലേ ഞാൻ പറഞ്ഞു. കറങ്ങാതെ പോയി ഞാൻ ഇവിടെ ഉണ്ട്.